ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അത് നമ്മുടെ പുതിയ വീട്ടിൽ തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇഫ്താർ വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ആയിട്ടുള്ളൊരു വ്ളോഗാണ്. വീട്ടിൽ നിന്നും ഉമ്മച്ചിയും എൻ്റെ സിസ്റ്റേഴ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അവർക്കുള്ളൊരു ഇഫ്താറാണ്. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു നോമ്പോറ ഉണ്ടായിരുന്നു. നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയുള്ള ചെറിയൊരു നോമ്പോറയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നാണ് നമ്മൾ നോമ്പോറ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ ഉമ്മച്ചി നമ്മുടെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വാപ്പച്ചിക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്കും വരാൻ പറ്റത്തുള്ളൂ. പള്ളിയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അത് കാരണം വാപ്പച്ചി വൈകിട്ട് വരുള്ളൂ എന്ന് പറയണ്ടായിരുന്നു. എന്തോ കമ്മിറ്റിയിൽ വാപ്പച്ചി മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആയപ്പോഴാണ് വാപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൂട്ട് ഷോപ്പിലേക്കായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം നോമ്പ് തുറക്കുന്ന ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും അതേപോലെ തന്നെ ലെമണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ വീട്ടിലെത്തിയിട്ട് അപ്പോഴത്തേക്ക് കേൾക്കത് ചിക്കനും ബീഫൊക്കെ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രീസായിട്ട് ഇരിക്കണമായിരുന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ബാക്കി ചിക്കനും ബീഫും വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി ഐറ്റംസൊക്കെ വേണമല്ലോ, ഇഞ്ചിയും സവാള അതൊക്കെ നമ്മളിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഉമ്മിച്ച് ഇതേ ചിക്കൻ അതായത് ഫ്രൈ ചെയ്ത് ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇതേ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മിച്ചിനുള്ളത് കൊണ്ട് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഉമ്മിച്ച് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടടുപ്പത്തേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ സവാള അതൊക്കെ ജസ്റ്റ് ഇതൊന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണം, നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന കുക്കർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുക്കറാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പുതിയ അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുക്കർ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കണ്ടൊക്കെയാണ്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ അൺബോക്സ് ചെയ്തിട്ടില്ല. കുക്കറാണെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്കത് എടുത്ത് വെച്ചേക്കണേ ആയിരുന്നു. അപ്പോൾ അത് ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കാണുന്നത്. ഈ പച്ചമുളകും ടൊമാറ്റോ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നേ. അങ്ങനെ ചിക്കൻ കറിയും ബീഫ് കറിയും ഏകദേശം ഒന്ന് സൈഡായിട്ടുണ്ട്. അതായത് ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചിക്കൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പരിപാടി തരി കാച്ചാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി തരി കാച്ചി വെക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ആ ടൈമിൽ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേത്തെ പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നേ. ആ ടൈം ആയപ്പോഴത്തേക്കും നമുക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നോമ്പ് തുറക്കുന്ന ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് സമൂസയും കട്ട്ലേറ്റും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ടയും പത്തിരിയും അതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കിട്ടുമെന്ന് നമുക്കൊരു ഡൗട്ടായിരുന്നു. കാരണം എന്താ പറയുക, ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതും കൊണ്ട്, ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ഉള്ളതും കൊണ്ട് മിക്ക ഷോപ്പുകളിലും ഇതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്തേക്കായിരുന്നു. പിന്നെ നമുക്കതൊന്നും കിട്ടുമെന്ന് ഒരു ഡൗട്ടായിരുന്നു. പക്ഷേ എന്തായാലും ഭാഗ്യം വെച്ചാൽ നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കാനാണ്. അപ്പോഴത്തേക്കാക്കി അമ്മച്ചി അവിടുന്നുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആർഭാടമായിക്കോട്ടെ എന്ന് പറഞ്ഞ വാട്ടർ മെലൺ ഈ ഒരു ഷേപ്പിലായിട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അത്
നമ്മൾ കട്ട് ചെയ്ത് വന്നപ്പോഴും പലതും പല ഷേപ്പായിട്ടുണ്ടായിരുന്നു. എന്നാലും കാണാൻ ഒരു ചെറിയൊരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടീസിനാണെങ്കിൽ ഇത് കാണുമ്പോൾ, അതായത് തുമ്പിക്കും ഹെസാക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു, കൗതുകമായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഓരോ പീസായിട്ട് അവരിങ്ങനെ പിടിക്കാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ആ ടൈപ്പാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വാപ്പിച്ച് വന്നിട്ടുണ്ട്. വാപ്പിച്ച് വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായി, തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാപ്പിച്ച് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ നോമ്പുറ സെറ്റ് ചെയ്യണം, അതായത് നോമ്പ് തുറക്കുന്ന ടൈമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മളിതേ സെറ്റ് ആക്കണേ കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സമൂസയും കട്ട്ലേറ്റും ഡേറ്റ്സൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഫ്രൂട്ട്സും വേറെ സെപ്പറേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു താഴത്തെ പിള്ളേർ കുട്ടീസിനെല്ലാവരും താഴത്ത് നമ്മൾ പാഴ വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ടേബിളിലും അവിടെയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ് നോമ്പില്ല നമുക്ക് നോമ്പുകളുണ്ട്. എനിക്ക് വേണം, എനിക്ക് നോമ്പാണ്. മുന്തിരി ഗൈസ് നോമ്പുണ്ടാ ഇത്തുമ്പി നോമ്പുണ്ടാ കള്ളി അഫ്രി പണിയെടുക്കുന്നു ഗൈസ്. ആമി വീണ്ടും പണിയെടുക്കുന്നു. സന വീണ്ടും പണിയെടുക്കുന്നു ഗൈസ്. ഫൈനലിൽ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനപ്പോഴത്തേക്ക് ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തീർന്നിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും താഴത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാവരും ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നോമ്പോരൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടീസ് എല്ലാവരും കൂടി ഫോൺ എടുത്ത് ഗെയിമിങ്ങിലായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ആയിരുന്നു കിച്ചൺ സെറ്റ് വെച്ചിട്ടുള്ള ഗെയിം, അങ്ങനെ പല പല സെക്ഷനിലായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുട്ടീസ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ അവർ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ട തരുമ്പോ എങ്ങനെയുണ്ട്? അയ്യോ നിനക്ക് കാണില്ലല്ലോ, ബ്ലറായി പോയി. ഫസ്റ്റ് നമ്മൾ പൊടികളെ ക്ലീൻ ചെയ്തെടുക്കണം നല്ല രീതിക്ക്. നമ്മൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് നല്ല കട്ട് ചെയ്ത് തരുമോ? കട്ട് ചെയ്ത് തരുമോ? കുനുകുനൊന്ന് എടുത്തോ. ഇഞ്ചി കുനുകുനോ ഇങ്ങനെ 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 നമ്മൾ കുറച്ച് പുതിന പഞ്ചസാര ഇടണോ? അല്ല അത് പിന്നിട്ടാലും മതി. മൊയ്റ്റോ
Mojito. Okay. Where is soda? സാറ്റിസ്ഫിക്കേഷൻ. ഷുഗർ ഇടുമ്പോൾ നല്ല സൗണ്ട് ആയിക്കോട്ടെ നോക്കട്ടെ. സാറ്റിസ്ഫിക്കേഷൻ. എന്താ അങ്ങനെ ഇത്ര ഷുഗർ വേണം? ആണോ? Let's pour it. നോക്കോ. കുടിക്കാൻ വേണ്ട അങ്ങനെ പൈസ പിന്നെ കാണാം. കഴിയുമ്പോ അവന്റെ 32 കൊല്ലും. നമ്മുടെ ഫൈനലി നോമ്പുറ വിശേഷങ്ങളൊക്കെ ഇത് അവസാനിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ബൈ. ആലിയ മാത്രം ബാക്കി.